എല്ലാവർക്കും നമസ്കാരം. ദിസ് ഈസ് ഹരിനന്ദനൻ ഫ്രം ഏവം സോൾ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് അത് ഒരു രണ്ട് വാക്കുകളെ കുറിച്ചാണ്. ആ രണ്ട് വാക്കുകളുടെ അർത്ഥം നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ലൈഫിനെ കാണുന്ന രീതി തന്നെ ടോട്ടലി ചേഞ്ച് ചെയ്യും. ഇത് ഒരു സാധാരണ തോട്ടല്ല, നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ഒരു വേക്കപ്പ് കോളാണ്. നമ്മുടെ പേഴ്സ്പെക്റ്റീവ് തന്നെ മാറ്റി പറിക്കുന്ന ആ കൺസെപ്റ്റാണ് മെമന്റോ മൊറി. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്കൂ. നമ്മൾ കരുതും ഇനിയും നമുക്ക് ഒരുപാട് സമയമുണ്ട്, പക്ഷേ അതാണോ സത്യം? മെമന്റോ മൊറി സ്റ്റോയിസിസത്തിലെ ഏറ്റവും കോറായ പവർഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. ലാറ്റിൽ നിന്ന് വന്ന ഈ വാക്കിനർത്ഥം റിമെമ്പർ ദാറ്റ് യു മസ്റ്റ് ഡൈ എന്നാണ്. കേൾക്കുമ്പോൾ കുറച്ച് ഡാർക്കായിട്ട് തോന്നും, പക്ഷേ ഇത് നമ്മുടെ ലൈഫിന് തരുന്ന ക്ലാരിറ്റി ചെറുതല്ല. ഫേമസ് ഫിലോസഫേഴ്സ് ആയിട്ടുള്ള മാർക്കസ് ഒറീലിയസ്, സെനേഗ, എപ്പിക്റ്റസ് ഇവർ മൂന്നുപേരും സൊസൈറ്റിയുടെ പല തട്ടുകളിൽ നിന്ന് വന്നവരാണ്. ഇവർ മൂന്നുപേർക്കും ഒരു കോമൺ തോട്ട് ഉണ്ടായിരുന്നു. അതാണ് ലൈഫ് ഈസ് ഇൻക്രെഡിബിളി ഷോർട്ട്, ടൈം ഈസ് അവർ മോസ്റ്റ് ലിമിറ്റഡ് റിസോഴ്സ്. മാർക്കസ് ഒറീലിയസ് നമുക്ക് വലിയൊരു റിമൈൻഡർ തരുന്നുണ്ട്. അതാണ് യു കുഡ് ലീവ് യുവർ ലൈഫ് റൈറ്റ് നൗ, ലെറ്റ് ദാറ്റ് ഡിറ്റർമൈൻ വാട്ട് യു ഡു, സേ ആൻഡ് തിങ്ക്. അതായത് നീ ഇപ്പോൾ ഈ നിമിഷം മരിക്കുകയാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഇപ്പോൾ ചെയ്യുന്ന കാര്യം തുടരുമോ ഇല്ലയോ? മെമന്റോ മൊറി നമ്മളോട് ചോദിക്കുന്ന ഏറ്റവും വലിയ ഒരു ചോദ്യമാണ് ഇത്. ജനേഗ ഇതിനെപ്പറ്റി പറഞ്ഞത്, വി ആർ നോട്ട് ഗിവൺ എ ഷോർട്ട് ലൈഫ് ബട്ട് വി മേക്ക് ഇറ്റ് ഷോർട്ട്. വി ആർ നോട്ട് ഇൽ സപ്ലൈഡ് ബട്ട് വേസ്റ്റ്ഫുൾ ഓഫ് ഇറ്റ്. നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫ് ഒന്ന് നോക്കാം. മോർണിംഗ് അലാറം അടിച്ചു, നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു 5 മിനിറ്റ്സ് കൂടി, ഞാൻ നാളെ കൃത്യമായി സ്റ്റാർട്ട് ചെയ്യാം. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഡ്രീംസ്. ഒരു പെർഫെക്റ്റ് ടൈം വരട്ടെ, എന്നിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ എന്താണ് റിയാലിറ്റി? നാളെ ആർക്കും ഗ്യാരണ്ടീഡ് അല്ല. ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ നമ്മൾ ആൾക്കാരോട് ഫൈറ്റ് ചെയ്യുന്നു. ഈഗോ മൈൻഡിൽ വെച്ചിരിക്കുന്നു. അവനാദ്യം എന്നോട് മൈൻഡ് ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ അവനോട് മൈൻഡ് ചെയ്യാം. ബട്ട് ലൈഫ് ഈസ് ടു ഷോർട്ട് ടു ഹോൾഡ് ഗ്രഡ്ജസ്. നമ്മുടെ ലൗഡ് വൺസിനോട് ഒരു സോറി പറയാൻ പറ്റിയില്ലെങ്കിൽ, പിന്നെ അവർ നമ്മുടെ ലൈഫിൽ നിന്ന് വിട്ടുപോയാൽ ആ റിഗ്രറ്റ് നമ്മൾ വിചാരിക്കുന്നതിലും വലുതായിരിക്കും. സോ മെമന്റോ മൊറി ഒരു നെഗറ്റീവ് റിമൈൻഡർ അല്ല, അതൊരു വേക്കപ്പ് കോളാണ്. സമയം വേസ്റ്റ് ചെയ്യാതിരിക്കാൻ, ഈഗോയെ മാറ്റിവെക്കാൻ, ട്രൂ ആയി മാറ്റർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് മാത്രം പ്രയോറിറ്റി കൊടുക്കാൻ. സോ പ്രാക്ടിക്കലി ഇതെങ്ങനെ നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാം എന്ന് നോക്കാം. സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് റിയാലിറ്റി. ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഓർക്കുക, ഞാൻ ഇമ്മോർട്ടൽ അല്ല. ഈ ദിവസം എനിക്ക് കിട്ടിയ ഒരു ബോണസാണ്. സെക്കൻഡ്, അപ്രിഷിയേറ്റ് ദ പ്രസന്റ്. നമ്മുടെ ലൗഡ് വൺസിനെ അപ്രിഷിയേറ്റ് ചെയ്യുക. അവരോട് സ്നേഹം പ്രകടിപ്പിക്കാൻ നാളെ വരെ കാത്തിരിക്കരുത്. തേർഡ്, ടേക്ക് ആക്ഷൻ നൗ. നമ്മുടെ ഡ്രീംസ് സ്റ്റാർട്ട് ചെയ്യാൻ പെർഫെക്റ്റ് ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. യു ഹാവ് റൈറ്റ് നൗ, ജസ്റ്റ് സ്റ്റാർട്ട്. ഫോർത്ത്, സ്റ്റോപ്പ് മൈൻഡ്ലെസ് ഡിസ്ട്രാക്ഷൻസ്. സോഷ്യൽ മീഡിയയിലും അൺനെസസറി ഡ്രാമാസിലും കളയുന്ന സമയം കുറയ്ക്കുക. ഫോക്കസ് ഓൺ യുവർ ഗ്രോത്ത്. ഫിഫ്ത്ത്, നൈറ്റ്ലി റിഫ്ലക്ഷൻ. ദിവസം അവസാനിക്കുമ്പോൾ ഒന്ന് ചിന്തിക്കുക, ഇന്ന് ഞാൻ മീനിങ് ആയി ജീവിച്ചു, എൻ്റെ ടൈം ഞാൻ കറക്റ്റ് ആയിട്ടാണോ യൂസ് ചെയ്തത് എന്ന്. മെമന്റോ മൊറി ഒരിക്കലും ഒരു ഡിപ്രഷൻ തരുന്ന തോട്ടല്ല, ഇത് ഹൈയസ്റ്റ് ലെവൽ ഓഫ് ക്ലാരിറ്റിയാണ്. ഇറ്റ് ഷോസ് വാട്ട് ട്രൂലി മാറ്റേഴ്സ് ആൻഡ് റിമൂവ് ഓൾ അൺനെസസറി ഡ്രാമാസ് ഫ്രം അവർ ഹെഡ്. സോ ഗൈസ്, ജസ്റ്റ് റിമെമ്പർ, ലൈഫ് ലോങ് അല്ല, പക്ഷേ ഡീപ്പാക്കാൻ പറ്റും. യൂസ് യുവർ ടൈം ലൈക്ക് ഇറ്റ് ട്രൂലി മാറ്റേഴ്സ്, ബിക്കോസ് ഇറ്റ് റിയലി ഡസ്. If you felt something, like, share and subscribe to Evam Soul. Until next time, stay thoughtful, stay strong.